ഇന്ത്യൻ എക്സ്പ്രസിന് വക്കീൽ നോട്ടീസ് അയച്ച AICC ഇല്ലാത്ത സർവേയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നൽകി എന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഉള്ളടക്കം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നു. സലീം മാലിക് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും അല്പസമയത്തിനകം. സലീമ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഈ വക്കീൽ നോട്ടീസിൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നത്? അതിൽ എന്തൊക്കെ നടപടികളെ പറ്റിയാണ് വിശദീകരിക്കുന്നത്? വിജയകുമാർ, AICC ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിനൊരു വക്കീൽ നോട്ടീസ് എന്ന നിലയിലാണ് അയച്ചിരിക്കുന്നത്. ആ ഗുരുതരമായ ആരോപണങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പത്രത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങളിൽ അവർ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ നടപടികൾ, അത് ക്രിമിനലും സിവിലുമായ നടപടികളുമായി മുൻപോട്ട് പോകും എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. അടിസ്ഥാനരഹിതവും അവാസ്തവവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വാർത്തയാണ് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെടുത്തി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയത് എന്നുള്ളതാണ് ആരോപണം. ഇത് ഒരു സർവേ നടത്തി എന്നും കേരളത്തിലെ കോൺഗ്രസ് ഒരു സർവേ നടത്തി എന്നുള്ളതാണ് ആ വാർത്ത. പക്ഷേ AICCയുടെയോ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളോ ഒന്നും അത്തരത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു സർവേ നടത്തിയിട്ടില്ല. അതിനൊരു സംഘത്തെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയസാധ്യതയെ മങ്ങലേൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി CPM-മായി ചേർന്നാണ് ഇത്തരത്തിലൊരു സർവേ എന്ന വാർത്ത ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആരോപണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികളെ കൂട്ടുപിടിച്ച് പച്ച നുണ പ്രചരിപ്പിക്കുകയാണ്. പൊതുസമൂഹത്തിലും വോട്ടർമാർക്കിടയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള മനഃപൂർവ്വമായ ഗൂഢനീക്കമാണ് ഇത് എന്നുകൂടി പറയുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാരംഭ നടപടിയുടെ ഭാഗമായാണ് ഇപ്പോൾ നിലവിൽ വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തുടർ നടപടിയായി AICC മുന്നോട്ട് പോകുമെന്നും KC വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.